ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കണത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് തെളിയുന്നില്ല എന്നുള്ള ഇത് പറഞ്ഞിട്ടുണ്ട്. ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മൈനർ ചെക്കപ്പ് ഇത്ര കേസാണ് മെയിനായിട്ട് നമുക്ക് വർക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി വേറെ ജനറൽ സർവീസോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ബാറ്ററി ഓൾറെഡി 2023 ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ട് വളരെ കുറവായിട്ടാണ് കാണുന്നത്. പിന്നെ ഇത് ഈ സെൽഫിൻ്റെ റിലേ യൂണിറ്റ് ഇടയ്ക്ക് ഷോർട്ട് ആവുന്ന ഒരു പ്രോബ്ലം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റിലേ ഒന്ന് മാറ്റിയിടേണ്ടി വരും. ഞാൻ ബാറ്ററി ഒന്ന് അഴിച്ച് ഫുൾ ചാർജ് ബാറ്ററി ചാർജിലേക്ക് ഇട്ടേക്കാണ്, പുറമെ എടുത്ത് ചാർജിലേക്ക് ഇട്ടേക്കാണ്. കാരണം എന്ന് വെച്ചാൽ 2023 ആണെങ്കിലും അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി കംപ്ലയിൻറ്റ് കാണിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സെൽഫ് അടിച്ചാൽ കിട്ടുന്നില്ല. കാരണം സെൽഫ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്, തീരെ ഡൗൺ ആയി പോയേക്കാം. അപ്പോൾ അതൊന്ന് ചാർജ് ചെയ്ത് നോക്കാം, നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ച് പറയാം. പിന്നെ വണ്ടി നമ്മളൊന്ന് ട്രയൽ അടിക്കുന്ന സമയത്ത് ചെക്ക് ചെയ്യുമ്പോൾ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുന്ന സമയത്ത് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. അത് നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ ബ്രേക്ക് അഡ്ജസ്റ്റിങ് പരമാവധി ആയി കിടക്കുന്നതാണ്. ലൈനർ തീർന്ന് കിടക്കുന്നതാണ്. അപ്പോൾ നമുക്കതൊന്ന് അഴിച്ച് മാറ്റിയിട്ടാലാണ് ആ ഭാഗം ക്ലിയർ ആവുള്ളൂ. ലൈനർ അഡ്ജസ്റ്റ് ചെയ്യാതുണ്ട്, ഇത്രയും തീർന്നിട്ടുണ്ട്. ഇവിടെ അഡ്ജസ്റ്റിങ്ങിന് മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ലൈനർ അഴിച്ച് മാറ്റിയാലാണ് ആ ബ്രേക്കിൻ്റെ സൗണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയി പോയിക്കോളും. പിന്നെ അതേപോലെ ആക്സിലേറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആക്സിലേറ്റർ ഒട്ടും പ്ലേ ഉണ്ടായില്ല. അപ്പോൾ കേബിളിൻ്റെയാണത്. കേബിൾ തൽക്കാലം അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേബിൾ അഡ്ജസ്റ്റ് ചെയ്ത് അത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഓയിലിൻ്റെ ലെവലിനകത്ത് ഒരല്പം കുറവ് കാണുന്നുണ്ട്. കാരണം അത് നോക്കുമ്പോൾ കളറിൽ ഇത്രയും വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ഓയിൽ മാറ്റിയിട്ട് ഒരു 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ കൈയോടെ മാറ്റി കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ലെവൽ കുറവുള്ളത് കുറച്ച് ടോപ്പ് ചെയ്യാം. ഒരു 100-150 മില്ലിയാണ് നമുക്ക് ആവശ്യം കുറവുള്ളൂ. ഓയിൽ 3000 കിലോമീറ്റർ ആയതുകൊണ്ട് പിന്നെ അതിനകത്തേക്ക് ഒഴിക്കാൻ നിൽക്കേണ്ട, ഓയിൽ മാറ്റി പുതിയ ഓയിൽ ഒഴിച്ചാൽ മതി. ഇനി അതല്ല മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് അത് ഒരു 150 മില്ലി ഓയിലിൽ ഒഴിച്ചിട്ട് അത് വേണം കറക്റ്റ് ലെവലാക്കി ഇടണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ നമ്മൾ നോക്കി അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ടയർ പ്രഷർ കാര്യങ്ങളും കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ നോക്കണ കേസ് കേട്ടോ. അപ്പോൾ അതിനകത്ത് സ്റ്റാർട്ടിങ് പ്രോബ്ലം കാണിച്ചാണ്. ഒന്ന് സെൽഫ് റിലേ ഷോർട്ടായിട്ട് ഒരു പ്രാവശ്യം അങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല നമ്മളത് നോക്കുമ്പോൾ ബാറ്ററി തീരെ ഡൗൺ ആയിട്ടും കാണുന്നുണ്ട്. 2023 ആംറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ ലെഫ്റ്റ് സൈഡ് മിറർ പൊട്ടിയിരിക്കുന്നുണ്ട്. അത് മാറ്റുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറഞ്ഞുതരാം. ഞാൻ ബാക്കിയത്തെ ഭാഗങ്ങളിപ്പോൾ ചെയ്തു വരുമ്പോൾ ഏകദേശം ഇപ്പോൾ ബ്രേക്ക് ലൈനർ ഞാൻ കൂട്ടുന്നുണ്ട്. എൻജിൻ ഓയിലിൻ്റെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി. ഇപ്പോൾ ബ്രേക്ക് ലൈനർ, ബാറ്ററി ചാർജിങ്, പിന്നെ മൈനർ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ ഏകദേശം അത്ര വരും നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഈ ഹെഡിനകത്ത് വാൽവ് ടാപ്പറ്റ് സൗണ്ടിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ടാപ്പറ്റ് നമ്മൾ ക്ലിയർ ചെയ്ത് നോക്കുന്നത്. ടാപ്പറ്റ് സൗണ്ട് മാത്രമല്ല, അതിൻ്റെ വാൽവ് ഗൈഡിൻ്റെ സൗണ്ടായിട്ടാണ് കൂടുതലായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അത് തൽക്കാലം ഡിസ്റ്റർബ് ചെയ്യേണ്ട. ഇപ്പോൾ കാര്യമായിട്ടുള്ള വലിയൊരു സൗണ്ടിലേക്ക് പോയിട്ടില്ല. അത് ആ രീതിയിൽ തന്നെ നിലനിർത്താം. തൽക്കാലം അതിന് വേണ്ടിയിട്ട് അഴിക്കണ്ട. അതഴിച്ച് ചിലപ്പോൾ ഉള്ള സൗണ്ടിനേക്കാളും കൂടുതൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം പൊസിഷൻ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സൗണ്ട് കൂടുതൽ വരും. ഗൈഡ് പോയേക്കണതാണെങ്കിൽ അത് നമുക്ക് അഴിച്ചാലാണ് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അത്ര മേജറായിട്ടുള്ളൊരു സൗണ്ട് നമുക്ക് തോന്നണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം അത് സ്കിപ്പ് ചെയ്ത് വിടാം കേട്ടോ. അത് കൂടുതൽ കംപ്ലയിൻറ്റ് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചാൽ മതി. കോമൺ ആയിട്ട് ഇതിൻ്റെ ചെറിയൊരു ചിലമ്പൽ കാര്യങ്ങൾ വന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഫ്യൂൽ ഇഞ്ചക്ടർ അടക്കം വർക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ഉണ്ടാവും. ഇതിനൊരല്പം കൂടുതലുണ്ട്, എന്നാൽ ഓവറായിട്ട് വന്നിട്ടുമില്ല കേട്ടോ. അത് ഗൈഡിൻ്റെ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. നമ്മൾ ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ 100% മാറണമെന്നില്ല. അഴിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ ഒരു പക്ഷേ ഗുണത്തേക്കാളേറെ ദോഷം വരും എന്നതുകൊണ്ടാണ് നമ്മളത് തൽക്കാലം ഒഴിവാക്കിയിടുന്നത് കേട്ടോ. ബാക്കിയത്തെ വർക്ക് ഇപ്പോൾ സ്പീഡോമീറ്റർ ഒന്നും വർക്കിംഗ് അല്ല, കേബിളൊക്കെ പോയി കിടക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും വൈസർ അഴിക്കുന്നുണ്ട്, മീറ്റർ വേണമെങ്കിൽ കണക്ട് ചെയ്യാം, നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ബാക്കിയത്തെ ഞാനൊരു എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം. വാട്സാപ്പിലേക്ക് എൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം. വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരെ. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഒരു 6:45 ആയിട്ട് 6:45 വന്നാൽ മതി. അപ്പോഴത്തേക്കും ഒന്ന് ബാറ്ററി ഒന്ന് ബൂസ്റ്റായി കിട്ടുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം എന്തായാലും കേട്ടോ. ഓക്കെ.